നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ജെഫ്രി എപ്സ്റ്റീനും കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സ്വകാര്യ വിമാനങ്ങൾ വഴി UKയിലെ വിമാനത്താവളങ്ങളിലൂടെ സ്ത്രീകളെ കടത്തിയെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എക്സസിലെ സ്റ്റാൻഡേർഡ് എയർപോർട്ട് ഉപയോഗിച്ച് ലാത്വിയ, ലാത്വാനിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്നതായി വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുതിയ ഫയലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ആദ്യം സ്ഥിരീകരിക്കാൻ തയ്യാറാകാതിരുന്ന എക്സസ് പോലീസ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് വിമാനത്താവളം ഇത്തരം യാത്രകൾക്കായി ഉപയോഗിച്ചെന്ന് വിലയിരുത്തുന്നതായി അറിയിച്ചു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൌൺ എഴുതിയ ലേഖനത്തിൽ 1990 മുതൽ 2018 വരെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് 87 മുതൽ 90 വരെ വിമാനയാത്രകൾ UK വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചും നടത്തിയതായി സൂചിപ്പിക്കുന്നുണ്ട്. 2008 എപ്സ്റ്റീൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും 15 യാത്രകൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. സ്വകാര്യ വിമാനങ്ങളിലൂടെ എത്തുന്ന യാത്രക്കാർക്ക് ബ്രിട്ടീഷ് ഫീസ് ആവശ്യമില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിലെ കുറഞ്ഞ ഫീസ് എപ്സ്റ്റീൻ ദുരുപയോഗം ചെയ്തുവെന്നും ബ്രൌൺ ചൂണ്ടിക്കാട്ടുന്നു. എപ്സ്റ്റീനുമായുള്ള ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് സേനയെ പിന്തുണയ്ക്കുന്നതിനായി നാഷണൽ പോലീസ് ചീഫ്സ് കൌൺസിൽ ഒരു ദേശീയ സംഘം രൂപീകരിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി KS ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയ ട്രംപും നൽകിയ വെള്ളി കഫ്ലിംഗുകൾ സ്വന്തമായി വാങ്ങിയതായി പുതിയ ട്രാൻസ്പെറൻസി രേഖകൾ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് വിസിറ്റിനിടെയാണ് ഈ കഫ്ലിംഗുകൾ ഔദ്യോഗിക സമ്മാനമായി സ്റ്റാമറിന് നൽകിയത്. 140 പൌണ്ടിൽ കൂടുതൽ വില വരുന്ന ഈ സമ്മാനം സർക്കാർ കൈവശം വെക്കണമെന്നതാണ് ഔദ്യോഗിക നിയമം. എന്നാൽ അതിലധികം വരുന്ന തുക പ്രധാനമന്ത്രി സ്വയം അടച്ചാൽ സമ്മാനം സ്വന്തമാക്കാം. കഫ്ലിംഗുകളുടെ കൃത്യമായ വില വെളിപ്പെടുത്താൻ ഡൌണിംഗ് സ്ട്രീറ്റ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇത് പ്രധാനമന്ത്രിയുടെ മകന് വേണ്ടിയാണ് വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ട്രംപിൽ നിന്ന് ലഭിച്ച രണ്ടാമത്തെ സമ്മാനമാണ് സ്റ്റാമർ സ്വന്തമായി വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം വെള്ളി നെക്ലേസും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഇതോടെ പ്രധാനമന്ത്രിയുടെ സമ്മാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. റിഫോം UKയുടെ ആദ്യ ഫ്രണ്ട് ബെഞ്ച് ടീമിനെ പ്രഖ്യാപിച്ച് നൈജൽ ഫാരേജ്. പാർട്ടി ഇനി തനിക്ക് മാത്രം ആശ്രിതമല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് ഫാരേജ് പറഞ്ഞു. എന്നാൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായങ്ങൾക്ക് അവസരം നൽകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രഖ്യാപിച്ച 4 പേരിൽ 2 പേർ അടുത്തിടെ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് റിഫോം UKയിൽ ചേർന്നവരാണ്. റോബർട്ട് ജെൻട്രിക്കാണ് ട്രഷറി ചുമതല. സുവെല്ല ബ്രവർമാനെ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് എന്നീ വകുപ്പുകളുടെ ചുമതല നൽകി. പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറായ റിച്ചാർഡ് ടൈസിക്ക് ബിസിനസ്, വ്യാപാരം, ഊർജ്ജം എന്നീ വകുപ്പുകൾ ഒരുമിച്ച് നൽകി. പാർലമെന്റിൽ അംഗമല്ലാത്ത ഏക വ്യക്തിയായ പാർട്ടി പോളിസി മേധാവി സിയ യൂസഫിക്ക് ആഭ്യന്തരകാര്യങ്ങളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ചു. ഇതോടെ താൻ ഒരാൾ മാത്രം നിയന്ത്രിക്കുന്ന പാർട്ടി എന്ന വിമർശനം അവസാനിപ്പിക്കുന്നുവെന്നും ഫാരേജ് വ്യക്തമാക്കി. നാളെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും റിഫോം UKക്ക് സ്വന്തം ബ്രാൻഡും തിരിച്ചറിയലും ഉണ്ടെന്നും മുതിർന്ന നേതാക്കളും വകുപ്പുകളും ഇപ്പോൾ പാർട്ടിക്കുണ്ടെന്നും ഫാരേജ് കൂട്ടിച്ചേർത്തു. UKയിലെ ഇരട്ട പൌരത്വമുള്ളവർക്ക് ഫെബ്രുവരി 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ പ്രവേശന നിയമങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. നിലവിലുള്ള നിയമപ്രകാരം ഇരട്ട പൌരത്വമുള്ള ബ്രിട്ടീഷുകാർക്ക് UK വിസ ആവശ്യമില്ലാതെ തങ്ങളുടെ വിദേശ പാസ്പോർട്ട് ഉപയോഗിച്ച് UKയിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി 25 മുതൽ ഇത് ഇനി അനുവദിക്കുകയില്ല. പുതിയ നിയമങ്ങൾ പ്രകാരം UKയിലേക്ക് മടങ്ങുന്ന ഇരട്ട പൌരത്വമുള്ളവർ നിർബന്ധമായും ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ രണ്ടാമത്തെ പാസ്പോർട്ടിനോടൊപ്പം ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഹാജരാക്കണം. ഇതിൽ ഒന്നുമില്ലെങ്കിൽ UKയിലേക്ക് യാത്ര ചെയ്യുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. ബ്രിട്ടീഷ് പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റും പൌരത്വം ലഭിക്കുന്നതോടൊപ്പം സ്വമേധയാ നൽകുന്ന ഒന്നല്ല. ഈ രേഖകൾ ലഭിക്കുവാൻ ആഴ്ചകൾ വേണ്ടിവരും. കൂടാതെ ചെലവും കൂടുതലാണ്. ഒരു മുതിർന്ന വ്യക്തിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് ഏകദേശം 100 പൌണ്ട് ചെലവുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് 559 പൌണ്ട് വരെ ഫീസ് നൽകണം. ഈ മാറ്റങ്ങൾ ഈ മാസം നടപ്പിലാക്കുന്ന ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. വിസ ആവശ്യമില്ലാത്ത സന്ദർശകർ UKയിലേക്ക് വരുന്നതിന് മുമ്പ് 16 പൌണ്ട് ഫീസ് നൽകി ETA നേടേണ്ടതാണ്. ഭാവിയിൽ ഈ ഫീസ് 20 പൌണ്ട് വരെ ഉയർത്തുവാൻ സർക്കാർ ആലോചിക്കുന്നതായും അറിയിപ്പുണ്ട്. ഇരട്ട പൌരത്വമുള്ളവർക്ക് ETAയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. പകരം പുതിയ രേഖാ വ്യവസ്ഥകൾ പാലിക്കണം. നോർത്ത് അയർലൻഡിലെ കൌണ്ടി അമർഗാരിയുണ്ടായ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കൌണ്ടി അമാർഗയിലെ ബെലിക്സിൽ ടുള്ളിയ റോഡിൽ ചൊവ്വാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് അപകടം ഉണ്ടായത്. ന്യൂടൌൺ, ഹാമിൽട്ടൺ, കാംലഫ് പ്രദേശങ്ങൾക്കിടയിലാണ് സംഭവം. അപകടം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ അടിയന്തര സേവന വിഭാഗങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു.
സെന്റ് പോൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഡൈറ്റി മുറെ മാതാപിതാക്കൾക്ക് അയച്ച സന്ദേശത്തിൽ ബസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും സുരക്ഷിതരാണെന്നും മാതാപിതാക്കൾ എത്തിയവരെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും അവർക്ക് വലിയ മാനസികാഘാതം ഉണ്ടായിരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടത്തെ തുടർന്ന് ടുലിയ റോഡ് കുറച്ചു സമയം അടച്ചിടേണ്ടും വന്നിരുന്നു. പിന്നീട് റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നു. സംഭവത്തിന്റെ കാരണം അന്വേഷിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2020 ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരമാണിത്. കഴിഞ്ഞ മത്സരങ്ങൾ വിജയിച്ച് സൂപ്പർ 8 യോഗ്യത ഇന്ത്യ ഉറപ്പിച്ചിരുന്നു. ഈ മത്സരത്തിൽ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയ ഇന്ത്യ പകരക്കാരെ പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണി മുതലാണ് മത്സരം. യുകെയിലെ മലയാളി കൂട്ടായ്മകളിൽ പ്രവർത്തന മികവ് കൊണ്ട് മാതൃകയായ ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റി 2026-27 വർഷത്തേക്കുള്ള കരുത്തുറ്റ 40 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ഭരണപരിചയവും നവീനാശയങ്ങളും കോർത്തിണക്കി പൂർണ്ണമായും ഊർജ്ജസ്വലരായ ഒരു ടീമാണ് ഇത്തവണ കമ്മ്യൂണിറ്റിയെ നയിക്കുവാനായി എത്തുന്നത്. വരുൺ സത്യബാബു പ്രസിഡന്റായും പ്രിൻസ് ഉലഹന്നാൻ സെക്രട്ടറിയായും ബിനോയ് വർഗീസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ചന്ദന സുരേഷ്, ജോസ്റ്റിൻ കല്ലുകൾ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ജഗൻ പടച്ചിറ, രേവതി വെങ്കലോട്ട് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും ചുമതലയേറ്റു. ജോസ് തോമസ്, അരുൺ ഉമ്മൻ എന്നിവരാണ് ജോയിന്റ് ട്രഷറർമാർ. ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ സുപ്രധാന പദവികളിലേക്ക് എത്തിയവരെല്ലാം തന്നെ ആദ്യമായി ഈ ചുമതലകൾ ഏറ്റെടുക്കുന്ന പുതുമുഖങ്ങളാണ് എന്നത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. LKC കെട്ടിപ്പടുത്ത സുശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അംഗങ്ങളുടെ ക്ഷേമത്തിനും സാംസ്കാരിക കായിക പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ലേസ്റ്ററിലെ മലയാളി സമൂഹത്തെ കഴിവുറ്റ രീതിയിൽ നയിക്കുവാനാണ് പുതിയ ടീം ലക്ഷ്യമിടുന്നത്. UK മലയാളിയായ ജെയിംസ് തോമസ് മരണപ്പെട്ടു. സ്റ്റോക്കൺടണ്ടിൽ ആയിരുന്നു താമസം. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ബ്രെയിൻ ഇഞ്ചുറിയോടെ കാറ്റോസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നുവെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് വ്യക്തമാക്കിയ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. തങ്ങൾ എന്നും പാർട്ടി കുടുംബമാണെന്നും പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും അരുൺകുമാർ പറഞ്ഞു. ഇതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും സുരേഷ് മത്സരിക്കുന്ന കാര്യം അറിയില്ലെന്നും അരുൺകുമാർ പറഞ്ഞു. താൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലെന്നും അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും അരുൺകുമാർ അഭിപ്രായപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.